കുമളി, കോട്ടയം, കട്ടപ്പന, ചങ്ങനാശ്ശേരിയൊക്കെ പോകുന്ന നാഷണൽ ഹൈവേ ആണ്. അപ്പം നമ്മൾ മുണ്ടക്കയത്ത് നിന്നും കുട്ടിക്കാനം പോകുന്ന ഇടയ്ക്കായിട്ട് വളഞ്ഞാങ്കാനം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അത് വളരെ ഒരുപാട് ആൾക്കാരും വന്ന് ഇറങ്ങി ഒരു ചായ അവിടെ നിന്ന് കുടിച്ചിട്ട് പോകുമ്പോൾ ഒരു ആശ്വാസം എന്നൊരു നിലയ്ക്ക്, അതായത് ടൂർ ഇടുക്കിക്ക് പോകുന്ന അല്ലെങ്കിൽ ഇടുക്കിയിൽ നിന്ന് നേരെ കോട്ടയം പോകുന്നവർ അവിടെ ഇറങ്ങാതെ പോകുന്ന ആൾക്കാർ ചുരുക്കമാണ്. കാരണം അതുപോലെ ഒരു ഭംഗിയായൊരു സ്ഥലമാണ്. ഇപ്പോൾ അവിടെ വെള്ളമില്ല. വെള്ളമുള്ള സമയത്താണ് കാണാൻ നല്ല രസം. വേനൽ സമയമായതുകൊണ്ട് എല്ലാം ഉണങ്ങി വരണ്ട് കിടക്കുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഉള്ള ആ റൂട്ട് തന്നെ ഭയങ്കര മനോഹരമാണ്. അപ്പം ഇതിൽ പോകുന്നവരൊക്കെ വെള്ളമുള്ള സമയത്തൊക്കെ ഇവിടെ ഇറങ്ങിയിട്ട് പോകണം. ഒരുപാട് പേര് ഇറങ്ങുന്ന ഏരിയയാണ്, എന്നാലും അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. ഈ റൂട്ട് വരുമ്പം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോകണം. കാണാൻ അതിൻ്റെ ഒരു വൈബ്. അത് മേളിൽ നിന്ന് വെള്ളം ചാടി നല്ല രസമാണ് നമുക്ക് കാണാൻ. കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ഇതാണ്. എന്നാക്കെ ടെൻഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് മാറും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ഈ കാട്, മേട്, ഇതൊക്കെ ആണെങ്കിലും നമുക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ്. ഞാനിവിടെ താമസിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അല്ലാതെ തന്നെ അത് അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അതായത് നമ്മൾ ഈ ഫോറസ്റ്റ് വഴിയൊക്കെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് വേറൊരു പ്രത്യേകത ഫീലാണ്. കാരണം നമ്മളെപ്പോഴും ഈ മനുഷ്യന്മാരുടെ കൂടെയാണ് നമ്മളെപ്പോഴും, അതായത് വണ്ടികൾ, പിന്നെ അതുപോലെ തന്നെ വീടുകൾ, ഇത് ഒരു നഗര മേഖലയിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളൊരു വനത്തിലോട്ട് പോകാൻ നമുക്കത് എന്നും ഇപ്പോൾ അവിടെ താമസിച്ചാൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയില്ല. കാരണം അവിടുത്തെ ഒരു അന്തരീക്ഷം അങ്ങനെയാണ്. കിളികളുടെ സൗണ്ട്, പിന്നെ അതുപോലെ തന്നെ കാറ്റ്, പിന്നെ മഴ, എല്ലാം ഒരു വേറൊരു ഫീലാണ് അവിടുത്തെ വനമേഖല, ആ ഒരു ഭാഗമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപകടങ്ങളുണ്ട്, എങ്കിലും വേറൊരു ഫീലാണ്. ഇതുപോലെ വെസയിലാണേലും ഈ ഒരു റൂട്ട് പോകുമ്പോൾ നമുക്ക് പിന്നെ സിറ്റി ആണെന്നെങ്കിൽ സിറ്റിയാണ്, പക്ഷെ കാടാണെന്നെങ്കിൽ കാടാണ്. അതുപോലത്തെ ഒരു ഏരിയ ഇവിടെയൊക്കെ താമസിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഞാനിവിടെ താമസിക്കുന്നത് ഞാൻ പൊക്കി പറഞ്ഞതല്ല, ഞാൻ എടുത്ത് പറഞ്ഞതല്ല, അല്ലാതെ തന്നെ ഞാൻ പറഞ്ഞതാണ്. ഇതിലേക്ക് വരുമ്പം ഈ ഒരു സ്ഥലത്ത് ഇറങ്ങുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ താഴോട്ട് പോയാൽ വേറെ കാഞ്ചാലിമേട് അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അതിപ്പം ഈ വളഞ്ഞാങ്ങാട് തൊട്ട് താഴെ തന്നെയാണ് ആ സ്ഥലം. അതും ഇതുപോലൊക്കെ തന്നെ ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഇച്ചിരി വെയിലുണ്ടെന്നേ ഉള്ളൂ ചൂട് സമയത്ത്. മഴ സമയത്ത് അതിലും ഭംഗിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളുക. ഇതുപോലെയൊക്കെ ഒരുപാട് വീഡിയോ ഞാൻ പിന്നീട് ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അതെ,